ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തിരുവല്ലോമല ശ്രീ ബില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ പൂജ്യ ശ്രീ രമണചരണ തീർത്ഥ സ്വാമികളുടെ സത്സംഗം. ഭക്തി നിർഭരമായ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കുകൊണ്ടു. തിരുവല്ലോമല ശ്രീ ബില്ലാദ്രിനാഥ ക്ഷേത്ര സന്നിധിയിൽ ഭക്തിസാന്ദ്രമായ സത്സംഗം സംഘടിപ്പിച്ചു. പൂജ്യശ്രീ രമണചരണ തീർത്ഥ സ്വാമികളുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ സത്സംഗം അരങ്ങേറിയത്. കൃഷ്ണൻ അർജുനന്റെ ഉള്ളിലുള്ള അജ്ഞാനം, അവിദ്യ, അതുകൊണ്ടാണ് ദുഃഖം ഉണ്ടായത്. ശോകം, അതിന്റെ റിസൾട്ട് എന്താ? ശോകമാണ്. ഗീത എന്തിനാ ഉപദേശിച്ചത്? ശോകം നീക്കാനായിട്ടാണ്. അശോച്യാനന്വശോചസ്ത്വം എന്നാണ് ആരംഭിച്ചത്. അവസാനിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു അനുശോചിത്തും അർഹസി, നാനുശോചിത്തും അർഹസി, നാനുശോചിത്തും അർഹസി. തത്രകാ പരിദേവന. എന്തിനാ കരയണത്? എന്തിനാ ശോകം? എന്തിനാ ദുഃഖം? ദുഃഖിക്കരുത്. ഇങ്ങനെ ആര് പറയും? രാമായണത്തിലാവട്ടെ ഭഗവാൻ സ്വയമേവ ഒന്ന് കരഞ്ഞു. സീതാവിരഹത്ത് ഒരുപാട് കരഞ്ഞു. കരയേണ്ടതൊക്കെ രാമായണത്തിൽ കരഞ്ഞു തീർത്തു. നോക്കൂ, വളരെ ആശ്ചര്യമാണ്. രാമായണത്തിൽ ഒരുപാട് കരഞ്ഞു, കൃഷ്ണായനത്തില് കരയില്ലാന്ന് തീരുമാനിച്ചു. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദുഃഖമാണ്. അമ്മയും അച്ഛനൊക്കെ ജയിലിലാണ്, എന്നിട്ട് കരയും. ആനന്ദമാണ് കൃഷ്ണാവതാരത്തിൽ. രാമാവതാരത്തിൽ ഭഗവാന് ശോകം, ഭഗവാൻ തന്നെ പറയുന്ന ശോകം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ശോകം പോകും. ക്ഷേത്രത്തിലെത്തിയ സ്വാമികളെ ദേവസ്വം മാനേജർ എസ് വിജയകുമാർ, ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് ഭക്തി പുരസരം സ്വീകരിച്ചു. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് സത്സംഗത്തിൽ പങ്കുചേരാനായി എത്തിയത്. സ്വാമികളുടെ സന്ദേശങ്ങൾ ശ്രവിക്കുവാനും അനുഗ്രഹം തേടാനും ദൂരദേശങ്ങളിൽ നിന്നു പോലും വിശ്വാസികൾ ക്ഷേത്രമുറ്റത്ത് ഒത്തുചേർന്നു. CCV ന്യൂസ്, തിരുവല്ലോമല.